നമ്മുടെ ടീമിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവരെ നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ലീഡ് ചെയ്യാൻ പഠിക്കണം. ഡു യു നോ ദ വേ, ഡു യു ഗോ ദാറ്റ് വേ, ഡു യു ഷോ ദ വേ. നിങ്ങൾ വേറെ ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം അതോടുകൂടി പോകും. Green Lives Coaching and Training Solution. A leader is someone who knows the way, goes the way and shows the way. അയാളാണ് നമ്മൾ ലീഡർ എന്ന് വിളിക്കുന്നത്. ജോൺ മാക്സ്വെല്ലിൻ്റെ ഡെഫിനേഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡു യു നോ ദ വേ, ഡു യു ഗോ ദാറ്റ് വേ, ഡു യു ഷോ ദ വേ. അതാണ് നമ്മൾ ആദ്യം നിങ്ങളോട് ചോദിച്ചത്. അതായത് നിങ്ങൾക്ക് കോർ പർപ്പസ് ഉണ്ടോ, കോർ വാല്യൂസ് ഉണ്ടോ, നിങ്ങൾക്ക് മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് കൃത്യമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് സ്മാർട്ട് ലെവലിൽ ഹോളിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ 4 ടോക്കിൽ ഞാൻ സംസാരിച്ചത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഡെഫിനിഷൻ, ഇഫ് യു വാണ്ട് ടു ലീഡ് അതേഴ്സ് ഫസ്റ്റ് യു മസ്റ്റ് ലീഡ് യുവർ സെൽഫ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ ലീഡ് ചെയ്യാൻ പഠിക്കണം. നിങ്ങളെ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇന്നർ മാസ്റ്ററി, പേഴ്സണൽ മാസ്റ്ററി അച്ചീവ് ചെയ്യണം. ഇഫ് യു വാണ്ട് ടു ലീഡ് അതേഴ്സ് ഫസ്റ്റ് യു മസ്റ്റ് ലീഡ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് വാട്ട് ഗാന്ധി സെഡ്. ഹൗ ക്യാൻ യു ഇൻസ്പയർ അതേഴ്സ് ഇഫ് യു ആർ നോട്ട് ഇൻസ്പയർഡ്? നമുക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ടീമിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. ഹൗ ക്യാൻ യു എക്സ്പെക്ട് അതേഴ്സ് ടു ബി റെസ്പോൺസിബിൾ ഇഫ് യു ഡോണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി? നിങ്ങൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവർ കൊണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കാൻ പറ്റും? നിങ്ങൾക്ക് സ്വന്തത്തിൽ മാസ്റ്ററി ഇല്ലാതെ, പേഴ്സണൽ മാസ്റ്ററി അച്ചീവ് ചെയ്യാത്ത ആൾക്ക് എങ്ങനെ പ്രൊഫഷണൽ എക്സലൻസ് അല്ലെങ്കിൽ ബിസിനസ് മാസ്റ്ററി അച്ചീവ് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തത്. ദാറ്റ് ഈസ് വാട്ട് ആക്ച്വലി പേഴ്സണൽ മാസ്റ്ററി. അത് നമ്മൾ ഒരു ഹിസ്റ്ററി മേക്കർ ആവണമെങ്കിൽ, ഒരു ഗെയിം ചേഞ്ചർ ആവണമെങ്കിൽ, ഒരു വേൾഡ് ക്ലാസ് ലീഡർ ആവണമെങ്കിൽ യു ഹാവ് ടു ഫോക്കസ് ഓൺ 4 key areas: capitalization IQ, freedom from distraction, personal mastery practice, and the last one is actually days taking. അതിൽ നമ്മൾ ഒന്നാമത്തെ ടോപ്പിക്ക് 5ാമത്തെ സെഷനിൽ പറഞ്ഞു. എങ്ങനെ നമുക്ക് ക്യാപിറ്റലൈസേഷൻ IQ ഫോക്കസ് ചെയ്യാം, എത്ര സമയം എടുക്കും നമുക്ക് ജീനിയസ് ആവാൻ, ബിസിനസ്സിൽ എക്സ്പേർട്ട് ആവാൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ 5ാമത്തെ ടോക്ക്. 6ാമത്തെ സെഷനിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ്, രണ്ടാമത് നമ്മൾ ഫ്രീഡം ഫ്രം ഡിസ്ട്രാക്ഷൻ സംസാരിച്ചു. 3ാമത്തെ ടോപ്പിക്കാണ് പേഴ്സണൽ മാസ്റ്ററി പ്രാക്ടീസ്. പേഴ്സണൽ മാസ്റ്ററി പ്രാക്ടീസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലയൺ സ്റ്റോക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണൽ മാസ്റ്ററി അച്ചീവ് ചെയ്യണമെങ്കിൽ there are 4 areas, 4 ഏരിയയാണ്. ഒന്ന് മൈൻഡ് സെറ്റ്. 25% പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. 25% പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹാർട്ട് സെറ്റാണ്. 25% പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്താണ്. ദെൻ ദ റിമൈനിങ് 25% ആക്ച്വലി യുവർ സോൾ സെറ്റ്. സോ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി സൈക്കോളജിയാണ്. അപ്പോൾ എങ്ങനെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ 6 7 സംസാരിച്ചത്. എങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യാം. ദർ ആർ 10 tools ഫോർ യുവർ മൈൻഡ് റീപ്രോഗ്രാമിംഗ്. 10ഓളം ടൂളുകളുണ്ട് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. പല ടൂളുകളുണ്ട്. അതിൽ ഒരു ടൂളാണ് എന്ത്? റിമൂവ് ഇംപ്യൂരിറ്റീസ്. നമ്മുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റിവിറ്റി എന്ത് ചെയ്യണം? കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണം? വൈപ്പ് ഔട്ട്. അതിൽ എന്തേ ഉള്ളൂ? പോസിറ്റീവ് കെയർ ഉള്ളൂ. ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ പൂന്തോട്ടം എന്ത് ചെയ്യണം? അതിൽ എന്ത് ചെയ്യണം? കളകൾ പറിച്ച് ഒഴിവാക്കുന്ന പോലെ നമ്മളെ മനസ്സിൽ നിന്ന് നെഗറ്റിവിറ്റി എന്ത് ചെയ്യണം? എടുത്ത് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? നമുക്ക് പോസിറ്റീവ് കെയർ ഉള്ളൂ. രണ്ടാമത്തെ ടൂൾ ഗോൾ സെറ്റിംഗ് ആയിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? യു മസ്റ്റ് ഹാവ് എ ലോങ് ടൈം ഗോൾ ആൻഡ് എ ഷോർട്ട് ടൈം ഗോൾ. നമുക്ക് 1 year ഗോൾ വേണം. ആ 1 year ഗോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനെ 6 monthലേക്കും 3 monthലേക്കും മന്ത്ലി ഗോളിലേക്കും വീക്കിലി ഗോളിലേക്കും ഡെയിലി ഗോളിലേക്ക് എത്തിക്കുന്നിടത്താണ് എന്ത് ചെയ്യുക? അപ്പോഴാണ് നമുക്ക് ഗോൾ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗോൾ സെറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂളാണ്. വേറെ ഒന്ന് എഴുതുന്നത് വിഷ്വലൈസേഷൻ. നമ്മളെ സക്സസ് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണണം, വിഷ്വലൈസ് ചെയ്യണം. അതുപോലെ തന്നെ അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞത്, എങ്ങനെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. ദെൻ മെഡിറ്റേഷൻ, പ്രയർ, റോൾ മോഡലിംഗ്. ദർ ആർ മെനി മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് ആർ ദർ. ദർ ആർ 10 tools നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോർട്ട് ഔട്ട് ചെയ്തു. അതാണ് രണ്ടാമത്തെ നമ്മുടെ പേഴ്സണൽ മാസ്റ്ററി ഇക്വേഷൻസിൻ്റെ 25% മൈൻഡ് സെറ്റാണ്. പക്ഷേ എത്രമാത്രം നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടും കാര്യമില്ല. യു കൻ നോട്ട് എൻജോയ് സക്സസ്. യു നോ വൈ? ദ റീസൺ ഈസ് ദാറ്റ് 25% മാത്രമേ ആയിട്ടുള്ളൂ പേഴ്സണൽ മാസ്റ്ററി ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇഫ് യു അച്ചീവ് യുവർ മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഇപ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ആളുകൾക്ക് സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാരണം എന്താ? എത്ര മാത്രം നിങ്ങൾ 100% പോസിറ്റീവ് ആയാലും യു ഗെറ്റ് ഓൺലി 25%. ഓൺലി 25% മാത്രമേ ഇതിലുള്ളൂ കവർ ചെയ്തിട്ടുള്ളൂ. ദ റിമൈനിങ് 75% ഈസ് ദ സെക്കൻഡ് 25% ഈസ് ആക്ച്വലി യുവർ ഹാർട്ട് സെറ്റ്. രണ്ടാമത് വരുന്നതാണ് നിങ്ങളുടെ ഹാർട്ട് സെറ്റ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് സമയം ഹാർട്ട് സെറ്റാണ്. നമുക്ക് ഉണ്ണേട്ട ഓൾറെഡി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് സെറ്റ് എന്നുള്ളത്
നമുക്ക് സൂപ്പർബ് മൈൻഡ് സെറ്റ് ഉണ്ട്, അടിപൊളി മൈൻഡ് സെറ്റാണ്, ഫുൾ പോസിറ്റീവാണ്. ബട്ട് യുവർ ഹാർട്ട് സെറ്റ് ഈസ് ഫുൾ ഓഫ് നെഗറ്റീവ് ഇമോഷൻസ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹൃദയത്തിൽ. കാരണം നമുക്കറിയാം ശരിക്ക് ഇസ്ലാമികപരമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇന്നമൽ അവമാലു ബിന്നിയാത്ത് എന്നാണ് അല്ലേ. എല്ലാ നീയത്ത് പഠിച്ചോ നോക്കുന്ന കൊടുക്കുകയാണ് ഹൃദയത്തേക്കാണ്. ഹൃദയം നന്നായി എല്ലാം നന്നായി എന്നാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആയതുകൊണ്ട് മാത്രം എന്തില്ല നമുക്ക് സക്സസ് ഉണ്ടായിട്ടും കാര്യമല്ല, നമുക്കത് ഫീൽ ചെയ്യൂല. ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് കിടക്കുന്നത് ഇമോഷൻസ് ഫുള്ള് കിടക്കുന്നത് ഹാർട്ടിലാണ്. അപ്പോൾ എത്രമാത്രം നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ വേറെ ആളായിട്ട് കമ്പയർ ചെയ്യുകയാണ് വിചാരിക്കുക. കമ്പാരിസൺ ഈസ് എ തീഫ് ഓഫ് ജോയ്. ഇതാണ് നിങ്ങൾ വേറെ ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷം അതോടുകൂടി പോകും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഷുക്കൂർക്കിനായിട്ട് കമ്പയർ ചെയ്യുകയാണ്, പുള്ളിയുടെ ചില കാര്യങ്ങൾ ഞാൻ അത്ര സക്സസ്ഫുൾ ആയിട്ടും കാര്യമില്ല, എൻ്റെ സന്തോഷം എന്തായി അവിടെ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹൃദയം ശുദ്ധീകരിക്കണം. ഹൃദയം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക അസൂയ, ദേഷ്യം, പക, കുശുമ്പ്, ഇങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നിരാശ, സങ്കടം, ഡിസപ്പോയിൻമെൻറ്റ്, ഇതിനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം, നീക്കം ചെയ്താൽ മാത്രം എന്ത് ചെയ്യുള്ളൂ നമുക്ക് സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ.